രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ വലിയ മുന്നേറ്റമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ രാജ്യവ്യാപകമായി ചർച്ചയാകുന്നത്. ഒപ്പം പ്രതിപക്ഷ ഐക്യം അനിതസാധാരണമായ നിലയിൽ വലിയ കുതിപ്പുണ്ടാക്കുന്ന കാഴ്ചയും രാജ്യം കണ്ടു. ഒരു രാജ്യത്ത് പ്രതിപക്ഷം ഇല്ലാതെ വരികയും ഭരണപക്ഷം ഭരണാധികാരി തോന്നിയ കാര്യങ്ങളെല്ലാം അതുപോലെ ചെയ്യുകയും ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്കായിരുന്നു നമ്മുടെ രാജ്യം പോയിരുന്നത്. എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തിന് ഐക്യമില്ല, പ്രതിപക്ഷത്തെ ഏകോപിപ്പിച്ച് നിർത്തുന്നൊരു ചാലക ശക്തിയില്ല, പ്രതിപക്ഷത്തിന് എടുത്തു പറയാൻ ഒരു വരി നേതാക്കളില്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി. ഇപ്പോൾ ഭരണപക്ഷത്തേക്കാൾ അല്ലെങ്കിൽ NDAയേക്കാൾ കെട്ടുറപ്പുള്ള ഒരു മികച്ച സഖ്യമായി ഇന്ത്യ സഖ്യം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്ന് മാത്രമല്ല, രാഹുൽ ഗാന്ധി എന്ന നേതാവ് എത്രത്തോളം ജനങ്ങളെ സ്നേഹിക്കുന്ന, രാജ്യത്തെ സ്നേഹിക്കുന്ന, മതനിരപേക്ഷതയും ജനാധിപത്യവും മുറുക്കെ പിടിക്കുന്ന ഒരു നല്ല നേതാവാണ് എന്ന കാര്യം ജനങ്ങൾ വിധി എഴുതി അല്ലെങ്കിൽ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന ഫാക്ടർ അല്ലെങ്കിൽ മോദി എന്നത് ഒരു ഊതി വീർപ്പിച്ച ബലൂണാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പറയത്തക്ക ഗുണങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യമോ ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് എന്നും ഈ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. പ്രധാനമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ BJPയുടെ ടോപ്പ് ലീഡർഷിപ്പ്, അതിന് ഒത്ത എതിരാളികളായി പ്രതിപക്ഷം മാറുന്നു, രാഹുൽ ഗാന്ധി മാറുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നിൽക്കാനുള്ള എല്ലാ കരുത്ത് അത് രാഹുൽ ഗാന്ധിക്കുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ്സിന്, പ്രതിപക്ഷ കക്ഷികൾക്ക് ഒക്കെ ശക്തിയുണ്ട്. അവർ വിചാരിച്ചാൽ BJPയെ നിലംപരിശാക്കാൻ പറ്റും, തറ പറ്റിക്കാൻ കഴിയും എന്ന് ഈ രാജ്യം തിരിച്ചറിയുന്നു. അങ്ങനെ ഒരുപാട് തിരിച്ചറിവുകൾ ഈ രാജ്യത്തെ ജനങ്ങൾക്കും അതുപോലെ BJPക്കും നൽകിയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനമായി ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ആൾ അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഊതി വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ പ്രഭാവമുള്ള ദൈവീകമായ ഇതൊക്കെയുള്ള ഒരു അവതാര പുരുഷൻ അല്ലെങ്കിൽ വിശ്വഗുരു എന്നൊക്കെ പറയുന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സംഘപരിവാർ നേരത്തെ മുതൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നുമല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചറിയുകയാണ് രാജ്യം. കാരണം മോദി ഇഫക്റ്റ് എന്നൊന്നും എവിടെയുമില്ല, മറിച്ച് രാഹുൽ ഇഫക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതായത് രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്താൻ, ഒരു താരതമ്യം നടത്താൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് സാധിക്കുന്നു. അതിൽ രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ബഹുദൂരം ഉയർന്നു നിൽക്കുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്നു, ഉത്തർപ്രദേശിൽ മത്സരിക്കുന്നു, വയനാട്ടിൽ മത്സരിക്കുന്നു. രണ്ടിടത്തും 3 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിക്കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ലീഡ് കുത്തനെ കുറഞ്ഞു. അതായത് കഴിഞ്ഞ തവണ കിട്ടിയതിൻ്റെ പകുതിക്ക് താഴേക്ക് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വരുന്നു. ആദ്യ റൗണ്ട് വോട്ടെണ്ണുമ്പോൾ പരാജയപ്പെടുമോ എന്ന ഭീതി പോലും BJPക്ക് ഉണ്ടാകുന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ ലീഡ് നില വളരെ കുറവായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു ഘട്ടത്തിൽ എതിർ സ്ഥാനാർത്ഥിയേക്കാൾ 8,000-നും 10,000-നും അടുത്ത് വോട്ടിന് പിറകിലേക്ക് പോവുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും പ്രതീക്ഷിച്ച പോലുള്ളൊരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ വലിയ തിരിച്ചടിയാണ് BJP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ അയോധ്യ രാമക്ഷേത്രം വലിയ ചർച്ചയാക്കിയ അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ച ആ സ്ഥലം, അതുൾപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്, ആ ഉത്തർപ്രദേശിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. അതായത് രാമൻ്റെ പേര് പറഞ്ഞ്, രാംലല്ലയുടെ പേര് പറഞ്ഞ് ഞങ്ങൾ തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഉദ്ഘോഷിച്ച് ഉത്തർപ്രദേശിലെ 80 സീറ്റുകൾ അതിൽ ഭൂരിഭാഗവും കൈയടക്കി മുന്നോട്ട് പോകാം എന്ന് കരുതിയ BJPക്ക് രാമൻ്റെ നാട്ടിൽ നിന്ന് തന്നെ രാമൻ തന്നെ പണി കൊടുക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. പക്ഷെ അതേസമയം രാഹുൽ ഗാന്ധി നോക്കുക, അദ്ദേഹം ചിട്ടയോടുകൂടി ആദ്യം ഭാരത് ജോഡോ യാത്ര നടത്തി, അതിനുശേഷം ഭാരത് ജോഡോ ന്യായ് യാത്ര നടത്തി. ഈ യാത്രകളിലൊക്കെ അദ്ദേഹം സ്വീകരിച്ച ഒരു നിലപാട് സാധാരണക്കാർക്കൊപ്പം നിൽക്കുക എന്നുള്ളതായിരുന്നു. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വഗുരുവായി അറിയപ്പെടാൻ വേണ്ടി ലോകം ചുറ്റുന്നു, അതുപോലെ തന്നെ ധ്യാനമിരിക്കുന്നു, കരടിക്ക് തീറ്റ കൊടുക്കുന്നു, മുതലക്കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള വിനോദങ്ങളും ഫോട്ടോഷൂട്ടും ഒക്കെയായി ഏറ്റവും ഒടുവിൽ കന്യാകുമാരിയിൽ പാറയിൽ പോയിരുന്ന ആ ചടങ്ങുൾപ്പെടെ എല്ലാം ഫോട്ടോഷൂട്ടുകളാണ്. അപ്പോൾ ധ്യാനനിരതനായി ഏകാഗ്രമായിരിക്കുമ്പോൾ ചുറ്റും മുഴുവൻ ക്യാമറകളാണ്. അങ്ങനെയുള്ള ഗിമ്മിക്കുകളൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയാണ്? രാഹുൽ ഗാന്ധി പഞ്ചാബിലെയും ഹരിയാനയിലെയും കർഷകർക്ക് നടുവിലാണ്.
ആ കർഷകർക്ക് പ്രതീക്ഷ കൊടുക്കുകയാണ്. ഞങ്ങളുടെ സർക്കാർ വന്നാൽ നിങ്ങളുടെ കടങ്ങൾ എഴുതി തള്ളും, നിങ്ങളുടെ ബാങ്ക് വായ്പകൾ ഞങ്ങൾ എഴുതി തള്ളും, നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക കമ്മീഷനെ ഞങ്ങൾ കൊണ്ടുവരും, ഞങ്ങൾ കർഷകർക്കൊപ്പമാണ്. ഈ രാജ്യത്തിന് അന്നമേകുന്ന, ഈ രാജ്യത്തെ നമ്മുടെ പട്ടിണി മാറ്റുന്ന, ഈ രാജ്യത്തിൻ്റെ നട്ടലായ കർഷകർക്കൊപ്പം രാഹുൽ ഗാന്ധി ഇരിക്കുമ്പോൾ പ്രധാനമന്ത്രി അവിടെ ധ്യാനം കൂടുകയാണ്. അതുപോലെ രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രകടന പത്രികകളിൽ മുഴുവൻ ഉടനീളം ഈ കർഷകർക്ക് വേണ്ടിയുള്ള, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള, സ്ത്രീകൾക്ക് വേണ്ടിയുള്ള, വിദ്യാസമ്പന്നരായിട്ടും തൊഴിലില്ലാത്ത യുവാക്കൾക്ക് വേണ്ടിയുള്ള നിരവധി പദ്ധതികൾ അക്കമിട്ട് നിരത്തുകയാണ്. പക്ഷേ BJP സംബന്ധിച്ചൊരു പ്രോഗ്രസ് കാർഡ് പോലും തയ്യാറാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും BJPക്ക് ഒരു ബദൽ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണി പറയുന്നതാണ് ജനപക്ഷത്തുള്ള കാര്യം എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നിരവധി ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ കൺസെപ്റ്റാണ് എന്നും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതും അദ്ദേഹം വലിയ സംഭവമാണെന്ന മട്ടിൽ തള്ളുന്നതുമൊന്നും ഒരു യാഥാർത്ഥ്യമല്ല എന്ന ബോധ്യം ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ടായി. അതുകൊണ്ടാണ് ഈ അയോധ്യ വിഷയവും അതുപോലെ തന്നെ മോദി ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ മുദ്രാവാക്യവും അങ്ങനെ എല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വ്യക്തിഗതമായി കിട്ടിയ വോട്ടുകൾ പോലും വളരെ കുറവാണ്. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്ന വോട്ടുകൾ വലിയ തോതിൽ വർധനവുണ്ടാകുന്നു. ഉത്തരേന്ത്യയിലൊക്കെ ഇന്ത്യ മുന്നണിയുടെ ഐക്യത്തിന് വോട്ടുകൾ വീഴുന്നു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ്. അതിനപ്പുറം മോദി ഇഫക്റ്റ്, മോദി ഫാക്ടർ എന്നൊന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ല എന്നും BJPയുടെ ഒരു അപ്രമാദിത്വം ഇനി ഉണ്ടാകില്ല എന്നും വ്യക്തമാവുകയാണ്. അതായത് BJP വിചാരിച്ചാൽ എന്തും നടക്കുന്നൊരു സ്ഥിതിവിശേഷം ഈ രാജ്യത്തില്ല. രാമൻ പണി കൊടുത്തിരിക്കുന്നു. രാമൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് വോട്ട് പിടിച്ച BJPക്ക് അതേ രാമൻ്റെ മണ്ണിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല, പല സംസ്ഥാനങ്ങളിൽ നിന്നും തിരിച്ചടികൾ കനത്തപ്പോൾ ഒരു തീരുമാനം ഏകപക്ഷീയമായി നടപ്പാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് BJP മാറി എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ വളർച്ച, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ വളർച്ച, BJPയുടെ തളർച്ച, BJPയുടെ തകർച്ച, മോദി ബ്രാൻഡിന് സംഭവിച്ച വലിയ തിരിച്ചടിവ്, പക്ഷേ രാഹുൽ ബ്രാൻഡിനുണ്ടായ വലിയ മുന്നേറ്റം, പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യം, BJP NDA ഘടകകക്ഷികളിൽ ഐക്യമില്ലാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളൊരു ചോദ്യം. കാരണം തെലുങ്കുദേശം പാർട്ടിയുമായും അതുപോലെ നിതീഷ് കുമാർ, JDUവിൻ്റെ നിതീഷ് കുമാറുമായും മല്ലികാർജ്ജുൻ ഖാർഗെ ചർച്ച നടത്തി കഴിഞ്ഞു. ഉപപ്രധാനമന്ത്രി പദവി വരെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ നിർണായകമായ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് പോകാനുള്ള സാധ്യതയാണ് പറയുന്നത്. പ്രതിപക്ഷ ഐക്യമുന്നണി നാളെ തങ്ങളുടെ നിർണായകമായ തീരുമാനം പ്രഖ്യാപിക്കും. അത് നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ തീരുമാനമെന്ന് പറയുന്നത് സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയുള്ള ചടുലമായ നീക്കങ്ങളായിരിക്കും. ഒരുപക്ഷെ NDAയുടെ ഭാഗമെന്ന് കരുതുന്ന തെലുങ്കുദേശം പാർട്ടിയും ഈ JDUവും ഒക്കെ ഉപപ്രധാനമന്ത്രി പദമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ BJPക്കെതിരെയുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമോ, കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ച് JDUവിനെ ഹൈജാക്ക് ചെയ്ത് ബീഹാറിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് BJP. അത് പല സംസ്ഥാനങ്ങളിലും BJP സ്വീകരിക്കുന്ന ഒരു തന്ത്രമാണ്. ഓരോ സംസ്ഥാനങ്ങളിലും പ്രബലമായ കക്ഷിയുമായി സഖ്യമുണ്ടാക്കും. അതിനുശേഷം ആ കക്ഷിയെ, ആ പാർട്ടിയെ തകർത്ത് അവിടെയുള്ള ആളുകളെ ഇപ്പുറത്തെത്തിച്ച് BJP അവിടെ ഏറ്റവും വലിയ ആ പാർട്ടിക്ക് പകരമുള്ള പ്രധാനപ്പെട്ട പാർട്ടിയായി മാറും. നമ്മൾ തമിഴ്നാട്ടിൽ ADMK റീപ്ലേസ് ചെയ്ത് BJP അവിടെ കയറി വരുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ബീഹാറിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. JDUവിനെ നിഷ്പ്രഭരാക്കുന്ന വിധത്തിൽ BJPക്ക് പലയിടത്തും അവിടെ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നീക്കം BJP നടത്തുമ്പോൾ സ്വാഭാവികമായും JDU അത് തടയുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തി നിതീഷ് കുമാർ ഒരു നിർണായക നീക്കം നടത്തിയാൽ, ഇരു കക്ഷികളും കൂടി ഏതാണ്ട് 50ഓളം സീറ്റുകളുണ്ട്. അപ്പോൾ ആ രണ്ട് കക്ഷികളും നിർണായകമായൊരു തീരുമാനമെടുത്താൽ ചിലപ്പോൾ ഇന്ത്യ മുന്നണി അധികാരത്തിലേറാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പരിപൂർണമായി തള്ളിക്കളയാൻ പറ്റില്ല. എന്തായാലും മോദിയെ വിറപ്പിക്കുന്നൊരു ശക്തിയായി രാഹുൽ മാറി എന്ന യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ തിരിച്ചറിയുകയാണ്. രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിച്ച് അവഹേളിച്ച് ഒക്കെ മുന്നോട്ട് പോയിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും സംഘത്തിനും, അതായത് വർഗീയതയുടെ ഭാഷയിൽ, വിദ്വേഷത്തിൻ്റെ ഭാഷയിലൊക്കെ ഭാഷണങ്ങൾ നടത്തി മുന്നോട്ട് പോയിരുന്നവർ രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിനും സാഹോദര്യത്തിലുമൊക്കെ അധിഷ്ഠിതമായ, മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ സംസാരത്തിന് മുന്നിൽ മുട്ടുമടക്കുന്ന, തോൽക്കുന്ന സാഹചര്യം, ഭരണഘടന വിജയിക്കുന്ന കാഴ്ച, ജനാധിപത്യം വിജയിക്കുന്ന കാഴ്ച, വർഗീയതയും വിദ്വേഷവും എങ്ങും എത്തുന്നില്ല എന്ന തിരിച്ചറിവ് ഈ രാജ്യത്തിന് ഒരിക്കൽ കൂടി കിട്ടുന്ന കാഴ്ച ഒക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസത്തിൽ രാജ്യം കണ്ടത്.